ഹായ് ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നിതാ പഴയ ഷാളാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു ഐഡിയ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പഴയ ഷാളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു പഴയ ഷാളും അതിൻ്റെ കൂടെ ഒരു ഹാങ്ങറും എടുത്തിട്ട് വായോ കേട്ടോ. അപ്പം എൻ്റെ കൂടെ തന്നെ ചെയ്യാമല്ലോ. അപ്പം ഞാനിതാ ഈ ഷാളിനൊന്ന് ഹാങ് ചെയ്യുന്നുണ്ട് കേട്ടോ. താഴെ ഭാഗം ഒരേ രീതിയിൽ വരണം കേട്ടോ. രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ ഹാങ് ചെയ്യുമ്പോൾ. അപ്പോൾ രണ്ട് സൈഡും ഒരേ രീതിയിൽ ലെങ്ത്ത് ഒരേ രീതിയിലാക്കി വെക്കാം കേട്ടോ. പിന്നെ ഇതാ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഹാങ്ങർ ഷാള് ഹാങ്കറിനോട് കറക്റ്റാക്കി വെക്കുക. ചില ഷാൾ വീതിയുള്ളതും വീതിയില്ലാത്തതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ഷാൾ ഇതാ ഹാങ്ങറിനെക്കാട്ടി കുറച്ച് വീതിയായിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ രണ്ട് സൈഡിലും ഫ്രണ്ടിലേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇനിതാ ഈ ഇനിതാ ഇതിലിങ്ങനെ ചുളിഞ്ഞൊക്കെ കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ. രണ്ട് ലെയറായിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തും ചുളിവ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആക്കണോ നോക്കിയിട്ട് മാത്രം ബാക്കി ചെയ്യുക. അപ്പോൾ ഞാനിതാ താഴെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കണ്ടേ. പിന്നെ നമ്മൾ എന്തായാലും പഴയ ഷാളല്ലേ എടുക്കുന്നത്, ആ ഷാളിൽ എന്തായാലും ചുളിവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊന്ന് അയൺ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇതാ ചുളിവൊന്നും വരാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കോട്ടൺ ഷാളാണെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനും പറ്റുമല്ലോ. അപ്പോൾ അത് ഷാൾ ഏത് കളറാണോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള പഴയ ഷാൾ എടുക്കുക, നൈസായ ഷാൾ എടുക്കരുത് കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മളിതാ ഹാങ് ചെയ്ത് വെച്ചില്ലേ, ആ മുകൾ ഭാഗത്ത് സ്കെയിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്ത് സ്കെച്ച് പെൻസിൽ ബ്ലൂ തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കാണുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഏതാണോ ഷാളിൽ കാണുന്ന പെൻസിലോ എന്താ പറയുക ചോക്കോ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തില്ലേ, പിന്നെ അതിൻ്റെ താഴെ ഭാഗത്തേക്ക് ഇനി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് സ്പേസ് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 സെൻറ്റിമീറ്റർ അതേപോലെ 15 സെൻറ്റിമീറ്റർ കുറച്ചധികം സ്പേസ് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ സ്പേസ് നമ്മളിപ്പോൾ 15 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നതെങ്കിൽ അതേപോലെ തന്നെ താഴത്തേക്കും അങ്ങനെ ഒരു നമ്മൾ ഷാള് വരുന്ന താഴെ ഭാഗം വരെ ആ നമ്മൾ എടുക്കുന്ന എത്ര സ്പേസിലാണോ എടുക്കുന്നത് അതേ സൈസിൽ തന്നെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മാർക്ക് ചെയ്തതിൽ കൂടെയൊക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഇനി മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. കൈ വെച്ചിട്ട് ചെയ്യാൻ അറിയുന്നവർക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ചിങ് മെഷീനുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. കൈ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതാ ഹാങ്ങറിൻ്റെ അവിടെ മാർക്ക് ചെയ്തില്ലേ ഫസ്റ്റ്, ആ പോർഷനാട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹാങ്ങർ സൈഡ് ഇതാ മെഷീൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തതിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ താഴെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അതെല്ലാം ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കും നമുക്ക് ഓരോ പോക്കറ്റ്സ് ആയിട്ട് വരും കേട്ടോ. നമ്മൾ എത്ര എന്താ പറയുക ആണോ മാർക്ക് ചെയ്തത് അതുവരെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് സ്പേസ് കൊടുത്തിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തത് ഹാങ്ങറിനോട് കൂടിയിട്ടുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ളത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മാർക്ക് ചെയ്തതിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതേപോലെ നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയുള്ളതും എത്രത്തോളം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ കേട്ടോ. അത് സിമ്പിളല്ലേ. ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് കൈ വെച്ചിട്ട് തുന്നുകയാണെങ്കിലും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കോട്ടൺ ഷോൾ അല്ല കേട്ടോ. പിന്നെ കോട്ടൺ ഷോൾ ആണെങ്കിൽ നല്ല കറക്റ്റിൽ നിൽക്കും കേട്ടോ. ഇത് കോട്ടൺ അല്ല, എന്നാലും നമുക്ക് കറക്റ്റിൽ നിൽക്കുന്നൊക്കെ ഉണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആണ്, നല്ല ലുക്ക് തന്നെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ യൂസേജ് എന്താണെന്ന്. അപ്പോൾ ഇതേപോലെയുള്ള പോക്കറ്റ്സ് ആയിട്ടാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. പോക്കറ്റ്സ് ആയിട്ടുള്ളത് നമ്മളിപ്പോൾ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ പോക്കറ്റ്സ് ആട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ പോക്കറ്റ്സ് രണ്ട് സൈഡിൽ നോക്കുമ്പോൾ ഇതേപോലെ പോക്കറ്റ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ചെയ്യുമ്പോൾ കുറച്ച് വീതി ഫസ്റ്റത്തത് ഹാങ്കറിനോട് അടുപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ബാക്കിയുള്ളത് കുറച്ച് സ്പേസ് കൊടുത്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ആ ഒരളവ് തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാനിതാ കുറച്ച് ഷാൾ എടുത്തിട്ടുണ്ട്. ഈ ഷാളിനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണ്ടേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഷാൾ റോൾ ചെയ്യാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പം ഞാനൊന്ന് ജസ്റ്റ് കാണിക്കുന്നുള്ളൂ സിമ്പിൾ മെത്തേഡിൽ. ഇങ്ങനെ നമ്മളെ അടുത്തുള്ള എല്ലാ ഷാളും ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പം ഞാനിത് എൻ്റെ കയ്യിലുള്ള ചെറിയ ഷോളുകളാണ്. പിന്നെ വലിയ ഷോളും കോട്ടൺ ഷാളും എല്ലാം ഇതേപോലെ തന്നെ റോൾ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വലിയ കോട്ടൺ ഷോളാണ് കേട്ടോ. അതും ഇതേപോലെ തന്നെ റോൾ ചെയ്ത് വെക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാക്കി ഷോളും ഞാൻ ഇതേപോലെ റോൾ ചെയ്ത് വെക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മളെല്ലാ ഷാളും ഇതേപോലെ റോൾ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ബാക്കിയുള്ള ഷാളും കൂടി റോൾ ചെയ്ത് വെക്കണം കേട്ടോ. ഞാനതെല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചാൽ മതിയേ. ഇനി നമ്മൾ നേരത്തെ പോക്കറ്റ്സൊക്കെ സെറ്റാക്കി വെച്ചില്ലേ, ആ പോക്കറ്റ്സിൻ്റെ ഉള്ളിലേക്ക് ഓരോ ഷാളും ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീതി ഞാൻ പറഞ്ഞില്ലേ ആദ്യം, ഓരോ പോക്കറ്റ്സിനും കുറച്ച് വീതിയായിട്ട് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റും കേട്ടോ. അധികം കുഞ്ഞായിട്ട് അടിക്കുമ്പോൾ എന്താ പറയുക, സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഷാള് കട്ടിയുള്ള ഷാളൊക്കെ ആകുമ്പോൾ കട്ടിയുള്ളതും, അതേപോലെ ലെങ്തി ഷാളൊക്കെ ആകുമ്പോൾ റോൾ ചെയ്യുമ്പോഴും അത് വെക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമ്മളിതേപോലെ പോക്കറ്റ്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു പോക്കറ്റ്സിൻ്റെ ഉള്ളിൽ 2 ഷാളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഷാളെന്നല്ല 3 ഷാളൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഷാളിൻ്റെ കട്ടി അനുസരിച്ചും നമുക്ക് ചെറിയ ഷാളൊക്കെ ആണെങ്കിൽ 3 ഷാളൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു വലിയ ഷാളും വെച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇത് കോട്ടൻ്റെ ഒരു വലിയ ഷാളാണ്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ചെയ്യുന്നത് എന്താ പറയുക, നമുക്ക് ഷോള് മാത്രമല്ല കേട്ടോ, ലെഗിൻസൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ചാൽ ലെഗിൻസ്, അതേപോലെ കുട്ടികളുടെ ഐറ്റംസ് എല്ലാം ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. ഇതേപോലെ 1-2 ഷാൾ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല സ്പേസിൽ എല്ലാം ചെയ്തെടുക്കാൻ എല്ലാം നല്ല നീറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് എന്താ പറയുക, ഷാളൊക്കെ എങ്ങനെ ഏത് കളറാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ കളർ തന്നെ നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത് ഞാനിത് വെച്ച് കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ ഞാനിതാ ഒരു പോക്കറ്റ്സിൻ്റെ ഉള്ളിൽ 2 ഷാൾ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അധികം വലിയ കോട്ടൻ്റെ ഷാളാണ്. പിന്നെ ചെറിയ ഷാളാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 ഷാളൊക്കെ ആയിട്ട് വെക്കാം. കണ്ടില്ലേ, എല്ലാം ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എന്താ പറയുക, പോക്കറ്റ്സിൻ്റെ സൈഡ് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ഷാൾ ഇങ്ങനെ ചൂസ് ചെയ്യാം കേട്ടോ. ഹാങ് ചെയ്ത് വെച്ചെടുത്ത് തന്നെ നമുക്ക് ഏത് കളറാണോ ഷാൾ വേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ടെടുക്കുക. കണ്ടില്ലേ, 2 സൈഡിൽ നിന്ന് നമുക്ക് ഏത് ഷാളാണ് വേണ്ടതെന്ന് നോക്കിയിട്ടെടുക്കുക. ഇതേപോലെ 1-2 ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഷാളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെക്കാൻ പറ്റുമല്ലോ. പിന്നെന്താ നമ്മൾ ഷാൾ സാധാ പോലെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് നമുക്ക് പോകുമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് സ്റ്റോറേജ് നല്ലതുപോലെ ഉണ്ടാവും കേട്ടോ. ഇതേപോലെ ഷാൾ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ലെഗിൻസും കുട്ടികളുടെ ഐറ്റംസൊക്കെ ഇതേപോലെ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഷാൾ വെച്ചിട്ട് 2-3 ഷാൾ വെച്ചിട്ട് ഇതേപോലെ ഹാങ്ങർ മേലെ ഒരു 3 ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ വെക്കുന്ന കബോർഡ് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ എടുക്കാനാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് കളർ ചൂസ് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലേ. പിന്നെ പ്രത്യേകിച്ചും ഒരു ചിലവ് നമുക്ക് വരുന്നില്ല. നമ്മളൊരു പഴയ ഷാൾ എടുക്കുക. പിന്നെ സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, നമ്മുടെ കൈ വെച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കല്ലോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇനി ഇതേപോലുള്ള നല്ല ഐഡിയാസ് ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.